നോക്ക്. നീ എന്ത് വിഷമിച്ചിരിക്കുന്നേ? നീ എന്ത് വിഷമിച്ചിരിക്കുന്നേന്ന്? മറ്റേ കാര്യം അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ ചേച്ചി? മറ്റേ കാര്യോ? ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? ഓ, ഐസ്ക്രീമിന്റെ കാര്യം. അത് നീ അപ്പച്ചിയോട് പറഞ്ഞില്ലേ? നീ എന്തിനു പേടിക്കുന്നേ? ഇപ്പൊ വാവയുടെ പനിയൊക്കെ കുറവുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? പറഞ്ഞൂടെ? എന്നാലും വഴക്കും അറിയൂലേ? വഴക്കൊന്നും പറയത്തില്ല, നമുക്ക് പറയാം, പേടിക്കണ്ട. വേണ്ട, എന്നെ വഴക്കും അറിയും. ഇല്ലെന്ന്. ഇപ്പൊ വാവ കണ്ടോ, സൂപ്പർ ആയില്ലേ? ഒരു കുഴപ്പമില്ല വാവയ്ക്ക്. അപ്പൊ പറയാം, വഴക്കൊന്നും പറയത്തില്ല അല്ലേ? എന്താണ് ചേച്ചി അനിയനും കൂടെ ഒരു രഹസ്യം പറിച്ചിട്ട്? അതെന്തെന്നറിയോ അപ്പച്ചി? വാവയ്ക്ക് പനിയായിരുന്നല്ലോ. പനിയായിരുന്നു. ഈ കണ്ണനില്ലേ, വാവയ്ക്ക് ഇത്തിരി ഐസ്ക്രീം കൊടുത്തായിരുന്നു. ഐസ്ക്രീമോ? അത് പിന്നെ അമ്മ വാവ കരഞ്ഞ്. അപ്പൊ ഞാൻ വിശന്നിട്ടാണെന്ന് വെച്ചേ ഇത്ര എടുത്ത് വായിക്കാത്ത വെച്ചു കൊടുത്തു. വാവ കരഞ്ഞ നീ അപ്പൊ എന്നെ വിളിക്കണമായിരുന്നു. ഉടനെ എടുത്ത് ഐസ്ക്രീം കൊടുക്കുവാണോ ചെയ്യുന്നേ? അപ്പച്ചി അവനെ വഴക്ക് പറയല്ലേ. അവൻ ഇത് അറിഞ്ഞപ്പോ തൊട്ടേ വിഷമിച്ചിരിക്കാന്നാ ചേട്ടൻ പറഞ്ഞത്. പാവമില്ലേ, കുട്ടികളാ. ആണോ? കണ്ണാ, ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മളൊക്കെ കഴിക്കുന്നതാ. കുഞ്ഞു അവയ്ക്ക് കൊടുക്കത്തില്ല. അത് ഏത് കുഞ്ഞു അവയാണേലും കൊടുക്കരുത് കേട്ടോ. പാല് മാത്രമേ കുടിക്കത്തുള്ളൂ ഈ പ്രായത്തില്. ഇനി ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്യൂല. ആ, ഇനി വിഷമിക്കണ്ട, ഒന്ന് ചിരിച്ചോ. കൊഴപ്പില്ല, പനിയൊക്കെ എന്തായാലും മാറിയല്ലോ. ഇപ്പൊ സമാധാനമായില്ലേ? എന്താ അവിടെ ശിവമാമനെ അപ്സെറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ എന്നിട്ട് ആ മനുഷ്യനെ ഈ വീട് മൊത്തം തപ്പിട്ട് കണ്ടില്ലല്ലോ. അവിടെ ഉണ്ട്. മാമ ഫോണും കൊണ്ട് പുറത്തോട്ട് പോകുന്ന ഞാൻ കണ്ടു. പുറത്തോട്ട് പോന്നോ? ഓ, എന്താടാ കാര്യം? ലണ്ടനിൽ നിന്ന് അമ്മായി വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാ ഞാൻ തപ്പയാ. നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടും അതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒന്ന് നോക്കിക്കോണം. അവിടെ ഇരുന്നു. വരാമേ, പോവല്ലേ? ഇല്ല ഇല്ല ഇല്ല, ശല്യപ്പെടുത്തുന്ന ഇവർ രണ്ടുപേരും. ഈ ശംഭുചേട്ടനോടൊന്നും പോവാ പരവാവേ. ശംഭുചേട്ടൻ ഇങ്ങനെയല്ലേ? ഇപ്പോഴേ ചവിട്ടുന്നുണ്ട്. വലുതായിട്ട് നിനക്കൊന്നായിരിക്കും. നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ശിവേട്ടൻ അമ്മായി കൊറേ നേരം കൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. എന്ത് ഫോൺ എടുക്കാത്തെ? ഞാൻ പിന്നെ എപ്പോഴും സൗകര്യമുള്ളപ്പോ എടുക്കുക വിളിക്കുക ചെയ്യാം. ചേടാ, ഇതിപ്പോ എന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞത് ഇതുവരെ വിട്ടില്ലേ? ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ? ഇങ്ങനെ ചുമ്മാ പറയണത്? എന്റെ ശിവേട്ട, അതെന്തും വിചാരിച്ചിട്ടൊന്നും പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അല്ല, ഒന്നും വിചാരിച്ചു പറഞ്ഞല്ല. ആ സുമേഷ് ഇറങ്ങനെ കാണാൻ അപ്പുറമായിട്ടാണ് ഇപ്പൊ എന്നെ കാണുന്നത് നിന്റെ അച്ഛൻ. ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ. ഒരു എഴുതാപ്പുറം വായിച്ചതൊന്നും അല്ല. ഒരാള് ടെൻഷൻ അടിച്ചിരിക്കണല്ലേ, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമല്ലോ എന്നൊരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ഒന്ന് ചെന്ന് സംസാരിച്ചു. അതിന് എന്റെ മുഖത്തടിച്ചാൽ എന്തെല്ലാം വിളിച്ച് പറയണം? എന്തിന് ഇത്ര ഉച്ചത്തിൽ പറയുന്ന? അപ്പുറത്തുപ്പുറത്തെ ആൾക്കാരില്ലേ? അപ്പുറത്തപ്പുറത്തെ ആൾക്കാരെ കേട്ടാ മോശം തന്നെ അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് കേട്ടാ കുഴപ്പമില്ലല്ലോ. അച്ഛൻ ഇന്നേ വരെ ശിവേട്ടനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അതങ്ങ് വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഞാൻ നോക്കിയോ, ഞാൻ പൈസ ഒപ്പിച്ച് ഞാൻ കൊടുക്കും. എന്റെ പൊന്ന് ശിവേട്ട, നിങ്ങൾ ഇടയിൽ കിടന്ന് മൊത്തം ഞാൻ കൊടുക്കും. നിങ്ങളെ വെറുതെ ഈ ചെറിയ കാര്യം ഊതി പെരുപ്പിച്ച് വലുതാക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാനാ. അയ്യോ, നീ ശ്വാസം മുട്ടണ്ട. ആവശ്യത്തിനുള്ളത് ഞാൻ മുട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പൈസ തിരിച്ചു കൊടുക്കണം. അത്രയല്ലേ ഉള്ളു പ്രശ്നം. എന്റെ 2 വളയോ മാലയോ എന്താന്ന് വെച്ചാൽ തരാം. അത് കൊണ്ടുപോയി വിറ്റിട്ട് പൈസ കൊടുക്ക്. തീർന്നില്ലേ? അയ്യോ, അത് വേണ്ട. നിന്റെ സ്വർണം പണയം വെച്ചിട്ട് അതിന്റെ കണക്കും കൂടെ ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ. എന്റെ പൊന്ന്, ഇതിപ്പോ അമ്പനും ഇല്ലതിനും അടക്കത്തിൽ. ഞാൻ എല്ലാ അമ്പനും ഇല്ല അടക്കും. ഞാൻ എങ്ങനെ കൊടുത്തോളാം? എന്റെ കുറച്ച് പൈസ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ ഞാൻ ചോദിച്ചോളാം. ഓ, അപ്പൊ അമ്മായിനോടും പറഞ്ഞു. അതാണ് ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയും. എന്റെ ശിവേട്ട, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇതിപ്പോ ചെറിയൊരു സൗന്ദര്യ പണക്കാണ്. ഇനി വെറുതെ അവിടെ പറഞ്ഞ് ഇത് കുടുംബ പ്രശ്നമാക്കി മാറ്റണോ? അതാണ് ഞാൻ ഇവിടെ എത്ര നാളം കിട്ടാൻ നിനക്കത് ചെറിയൊരു പ്രശ്നമാണ്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. എന്നെ എന്ത് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. നിങ്ങളെ പറഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ കേട്ടോണ്ടിരുന്നിട്ടുള്ളത്? ഇതിപ്പോ ചുമ്മാ അച്ഛനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അപ്പൊ നീ വേണത് എപ്പോഴും പറഞ്ഞോളാം. ഇതിനൊരു കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല നല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ അതൊന്നും മനസ്സിലാക്കാനല്ലേ ശിവേട്ടൻ നല്ല ഇളയത്. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഈ പ്രായത്തില്? ഞാൻ ഭർത്താവ് ചുമ്മാ ഇരിക്കണമെന്നല്ലേ?
ഞാൻ ഇവിടെ താമസിക്കണം, ഞാൻ വലിഞ്ഞേറി വന്നെന്നുള്ള രീതിയിലല്ലേ ഇപ്പൊ സംസാരിച്ചത്. ഞാൻ എന്താ നിങ്ങളെ കടിമി? ഇവിടെ അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ. നമ്മൾ പറയുമ്പോ ഓവർ തിങ്കിങ്, അവരൊക്കെ പറയുമ്പോഴത്തേക്ക് കളിക്ക് പറഞ്ഞു. അതോളൂ ആ ന്യായം. എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാൻ ഇന്റെ ഇടയിൽ ഇടപെടാൻ വരുന്നു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ